ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മകരസംക്രാന്തി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ നാട്ടിലുണ്ടാകുമ്പം നമുക്ക് മകരസംക്രാന്തി മകരവിളക്ക് സെലിബ്രേഷൻ ഒന്നും വീട്ടിലൊന്നും ഉണ്ടാവാറില്ലല്ലോ. നമുക്ക് അയ്യപ്പന്മാർ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ളവരൊക്കെ ആ ടൈമിലൊക്കെ കുറേ എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ് കേട്ടോ. ആ സമയത്ത് അതിന് മുന്നേ ഒക്കെ ആയിട്ട് അവർ ശബരിമലയ്ക്കൊക്കെ പോവുക, അതൊക്കെയാണ് എൻ്റെ മകരവിളക്കിൻ്റെ ഒരു മെമ്മറീസ്. എനിക്ക് മകരസംക്രാന്തി എന്ന് പറയുമ്പം ശബരിമല മാത്രമേ എനിക്കൊരു എൻ്റെ മെമ്മറിയിലുള്ളൂ. പക്ഷെ ഇവിടെ ഇവർ സംക്രാന്തി കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മുന്നേ കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 13 കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോവാണ്, വൈകുന്നേരമായി സമയം. ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന്. അതൊക്കെ നാളെ ഇവിടെ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ടാണ് ഞാനതൊരു 2 ദിവസത്തെ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മകരസംക്രാന്തി സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോയാൽ ഡ്രസ് ഷോപ്പിംഗ് ബാക്കിയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് അപ്പൂപ്പനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ജെൻസിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുക. ബാ, അത് ബോയ്സിൻ്റെ ഡ്രസ്സാ. കണ്ണോ അതെന്താ വാങ്ങിച്ച? കയ്യിലെന്താ? ആർക്ക് കൊടുക്കാനാ? എന്താ വാങ്ങിക്കുന്നത് ഡാഡി? അതെന്തത്? ഷോർട്സ് ആർക്കാ? കൺമണി പോയിട്ട് ആ ഒരു സെക്ഷനിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ, ഡാഡിക്ക് പറഞ്ഞിട്ട്. ഇത് അശ്വിന് കൊടുക്കാനാ? ഇഷ്ടപ്പെട്ടോ കൺമണിക്ക്? പക്ഷെ ഡാഡിന്റെ സൈസ് ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ഡാഡിയോട് ചോദിച്ചിട്ട് വാങ്ങിക്കാം. ഇപ്പൊ അവിടെ വെക്കും, ഡാഡിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. നാളെ ഡാഡിനെയും കൂട്ടിട്ട് വരാം. ഇതവിടെ കൊണ്ടുവെക്ക്. പിന്നെയോ ഡാഡിനെ കൊണ്ടുവരാം. ഡാഡി അത് ഡ്രസ്സ് വെയർ ചെയ്ത് നോക്കിയിട്ട് ഡാഡിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അത് വേണോ? എന്താ അത്? കൺമണി അശ്വിന് വേണ്ടിയിട്ട് ഓരോന്ന് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും അശ്വിന് വേണ്ടി വാങ്ങിക്കാൻ വന്നതല്ല, അവളെല്ലാം അവനുള്ള ഓരോ കാര്യങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കൺമണിക്ക് സ്വീറ്റ് കോൺ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് കോൺ വാങ്ങിച്ചു. എനിക്കുണ്ടല്ലോ നാളത്തേക്ക് കരിമ്പ് വാങ്ങിക്കണം, ഷുഗർ കെയിൻ. അപ്പം അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ് കേട്ടോ. പക്ഷേ ചേഞ്ച് വേണം. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ആൾക്കാരിങ്ങനെ ഓരോ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ ഫോൺ പേയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു. 70 രൂപയാണ് ഒരു പീസിന്, ഒരു വലിയ പീസിന്. അതിൽ നമുക്കൊരു 5 പീസായിട്ട് എടുക്കാം. നമുക്ക് നോക്കാം എത്ര വലിയ പീസാണ്. 70 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കയ്യിൽ 30 രൂപയെ ചേഞ്ച് ഉള്ളൂ. ഞാൻ ഫോൺ പേ ഉണ്ടോ ചോദിച്ചാൽ പറഞ്ഞു ഫോൺ പേ ഇല്ല പറഞ്ഞു. അങ്ങനെ ഇവിടെ അടുത്തൊരു ഫ്രൂട്ട്സിൻ്റെ കടയിൽ വന്നു. അപ്പോൾ അശ്വിന് റോബസ്റ്റ പഴം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോബസ്റ്റ പഴം വാങ്ങിച്ചിട്ട് ഈ ചേട്ടന് ഒരു 50 രൂപ എക്സ്ട്രാ ഫോൺ പേ ചെയ്താൽ ചേട്ടന് 50 രൂപ തരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അണ്ണ ಅರ್ಧ kg ಮಾಡ್ರಿ. ಏನಣ್ಣ? ಬೆಲ್ಲ ഇംഗ്ലീഷಲ್ಲಿ ഈ ഒരു ഫ്രൂട്ട് എന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തരണേ. കാരണം ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല, എനിക്കിത് എന്താണെന്ന് അറിയില്ല. ഇവർ പറഞ്ഞ പേര് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഇംഗ്ലീഷും എനിക്ക് മനസ്സിലായില്ല, കന്നഡയും എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞത്. ഞാൻ അവിടുന്ന് നേരെ കാറ് വെച്ചിടത്തേക്ക് നടക്കുക. ഇവിടെ ഒരു കോഫിയുടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ചെസ് പേക്ക് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പോലാർ ബെയറുണ്ട്. ഇതൊക്കെ ഈ ഒരു റോഡിലാണ് കേട്ടോ. ഇത് ദാവൺഗിരിയിലെ വിദ്യാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റോഡാണ്. അപ്പോൾ മെയിൻ റോഡാണ് കേട്ടോ. ഇവിടുന്ന് പാരലൽ റോഡിലാണ് നമ്മുടെ വീട് വരുന്നത്. കണ്ടോ, ഇവരിതുപോലെ ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുകയാണ് കേട്ടോ, റോഡ് സൈഡിൽ വെച്ചിട്ട്. ಚೆನ್ನಾಗಿದಣ್ಣ? അതിനൊಂದು 5 ಪೀಸ್ ಮಾಡ್ತೀರಾ? ഇവർക്ക് ഇതുപോലെയുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴാണ് ബിസിനസ്. അല്ലെങ്കിൽ ഇവർ
ಇದನ್ನೇ ಜ್ಯೂಸಕ್ಕೆ ಹಾಕೋ ವೇണ്ടിಟ್ಟಕ್ಕೆ ಅಣ್ಣ ಇನ್ನು ಸ್ವಲ್ಪ ಸಣ್ಣದು ಮಾಡ್ತೀರಾ 5 ಮಾಡ್ರಿ ಅಣ್ಣ ಯಾವ ಊರಣ್ಣ ചെളിക്കരെ ചെലക്കരെ നാളെ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ ഒക്കെ വീട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പം ഇത് മെയിനാണ് കേട്ടോ ഇതും അതിൽ കൊടുക്കണം നമ്മൾ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മോറിലേക്ക് വന്നു കൺമണി ഇങ്ങോട്ട് വാ ഞാൻ ആദ്യം ഇവിടുന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് ഷുഗർ കെയിൻ പക്ഷേ റോട്ടിൽ നല്ല ഫ്രഷായിട്ട് കണ്ടുകൊണ്ട് അവിടെ തന്നെ വാങ്ങിച്ചു ഇവിടെ ഒത്തിരി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ചു തരാം ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ള സാധനങ്ങൾ കൂടെ വാങ്ങിക്കാം മോറിൽ ഇപ്രാവശ്യം അതിങ്ങനെ പാക്കറ്റായിട്ട് വരാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഒന്നും വന്നിട്ടില്ലാന്ന് ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പ് നോക്കണം വാങ്ങിക്കാം അങ്ങനെ മോറിൻ്റെ ഇവിടെ ഷുഗർ കെയിൻ ജ്യൂസും പോപ്കോൺ പിന്നെ അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൺമണിക്കൊരു ഐസ്ക്രീമും എനിക്കൊരു ഷുഗർ കെയിൻ ജ്യൂസും കുടിക്കാൻ ഭയങ്കര ആഗ്രഹം അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഒരു 2-3 കാര്യങ്ങളൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഈ ഷുഗർ കെയിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് നമ്മൾ പോയ സ്ഥലത്ത് കിട്ടിയില്ല അതിനിപ്പോൾ നാളെ രാവിലെ പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് എൻ്റെ ബ്ലൗസും വീട്ടിലെ അമ്മയുടെ ബ്ലൗസും അമ്മാമ്മയുടെ ബ്ലൗസും കിട്ടി ഇവിടുത്തെ അമ്മയുടെ ബ്ലൗസ് ഓൾറെഡി അവർ കൊടുത്തതാണ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രൈഡൽ അതായത് സിസ്റ്ററിൻ്റെ ബ്ലൗസ് അവരെന്തൊക്കെയോ ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു നോക്ക് അപ്പോൾ അത് നാളെ കൊടുക്കുള്ളൂ നാളെ വീണ്ടും പോകണം നാളെ രാവിലെ പോകണം കാരണം നാളെ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അവർ ഫുൾ ഡേ ഓപ്പൺ ഇല്ല രാവിലെ പോകുമ്പോൾ അശ്വിൻ പറഞ്ഞു നമുക്ക് രാവിലെ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം സംക്രാന്തിയുടെ ഐറ്റംസൊക്കെ നാളെ വാങ്ങിക്കാം അവർ അത് ഞങ്ങളിപ്പം വീട്ടിലേക്ക് വന്നു ನಿಮ್ದು ಯಾವ ಕಲರ್ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങില്ല ഇന്നലെ വാങ്ങിക്കാൻ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അയ്യോ അപ്പാ അപ്പം ജസ്റ്റ് എത്തിയിട്ടുണ്ട് ಬಿತ್ತಿಲ್ಲಪ್ಪ ರೊಟ್ಟಿ ಮಾಡಿದ್ರು ಅವರು ಚಪಾತಿ ಮಾಡಿದ್ರು ಆಯ್ತಪ್ಪ ಮೆಲ್ಲಕ್ಕೆ ಹೋಗ್ರಿಪ್ಪ ಹಾಂ ಹಾಂ ನೀರು ಕುಡಿದ್ಯಾ ಕುಡಿದ್ಯಾ നമ്മൾ സംക്രാന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെന്താന്ന് കാണിച്ചു തരാം എള്ള് വൈറ്റ് എള്ള് നമ്മുടെ ശിവുവാണ് നമ്മുടെ ഇളനീരിൻ്റെ ആള് കൺമണി വയറ്റിലുണ്ടായ സമയം മുതൽ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഇളനീര് കുടിക്കാം ഞാൻ ഇവിടെ വരെ ഒരു മിനിറ്റ് അശോ ഞാൻ ഇവിടെ വരെ നടന്നിട്ട് വരുമായിരുന്നു ഞങ്ങളുടെ പഴയ വീട് ഇതിൻ്റെ അടുത്തായിരുന്നു ഇവിടുന്ന് അടുത്തുള്ള കുറച്ച് ദൂരമുണ്ട് അപ്പം ഞാൻ അത്രയും ദൂരം നടന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഇളനീര് ദിവസം കുടിക്കുമായിരുന്നു വൈകുന്നേരം പിന്നെ കൺമണി ജനിച്ച് കൺമണി ഒരു 9 മാസം 10 മാസമായ സമയം മുതൽ അവളും ഇവിടുത്തെ സ്ഥിരം ആളാണ് കേട്ടോ ഇളനീര് കുടിക്കാനും കഴിക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ಏನೇಶ ಇದು ಸಂಕ್ರಾಂತಿಗೆ ನಮ್ಮ ಕಡೆ ಕೊಡ್ತಾರೆ ಎಳ್ಳು ഇതിൽ എള്ളുണ്ട് പുട്ടുകടലുണ്ട് ഉരുക്കടലൈസ് പുട്ടുകടല പിന്നെ ഈ ജീരക മിഠായി ഉണ്ട് നട്ട്സ് അല്ല പീനട്ട് പീനട്ട് ഉണ്ട് ഒരു ചെറിയ കഷ്ണം നമ്മുടെ ശർക്കരയുണ്ട് ഇതൊക്കെ ഇങ്ങനെ മിക്സ് ആണ് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ഷുഗർ കെയിൻ വെച്ചിട്ട് കൊടുക്കും അശു ഇതിന് എത്ര 140യോ ഈ ഒരു പാക്കറ്റ് 150 ആണ് കേട്ടോ അവരതിനെ ബാക്കി കാണിക്ക് അവരതിനെ പിന്നെ എന്താ പറയാ വറുത്ത് തന്നതാണ് കേട്ടോ ഇത് വറുത്തിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണ് ഇത് ജീരകം മിഠായി ഞാൻ കൺമണിക്ക് വേണ്ടി വാങ്ങിച്ചതാ ഇതെന്താന്നറിയോ ഇത് ഷുഗർ അൽവാ ഇത് പഞ്ചസാരയുടെ ഓരോ കട്ടിയാണ് കേട്ടോ ഈ ഒരു കട്ടി സ്വീറ്റ് പോലെ ഇത് ഈ എള്ളിൻ്റെ കൂടെ വെച്ചിട്ട് കൊടുക്കും ഓരോ വീട്ടിലേക്ക് ഇതാണ് നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ മോറിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചു അശു തോർസു
ഇതുപോലത്തെ ബോക്സ് കേട്ടോ. ഈ ബോക്സിലാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ വർഷവും ഇതുപോലത്തെ ബോക്സ് വാങ്ങിക്കും കേട്ടോ. ഇതിനെത്ര 40 അല്ലേ? 10 രൂപയുള്ളൂ കേട്ടോ ഒരു ഇതിന് ഓഫർ ഉണ്ട്. ഇത് 120 റുപ്പീസിന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിന് ഓഫർ ഉണ്ടായതുകൊണ്ട് 10 റുപ്പീസ് ഈച്ച്. അതിൻ്റെ കൂടെ ഞാൻ ഇവിടുന്ന് മെഷീൻ ടീ വാങ്ങിച്ചു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഫുഡ് ട്രക്ക് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ചെറിയൊരു ഏരിയ. ഇതിനെന്താ പറയുക, ഫുഡ് ട്രക്ക് അല്ല, എന്താ ശരിയുള്ളത്, ക്യാബിൻ തരം. ക്യാബിൻ കഫേ, മോറിൻ്റെ ഒരു ക്യാബിൻ കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ഒരു ഗ്ലാസ് മെഷീൻ ചായ വാങ്ങിച്ചു. എനിക്ക് മെഷീൻ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൺമണിക്ക് പോപ്കോൺ വാങ്ങിച്ചു. എന്നെപ്പോലെ മെഷീൻ ചായ ഇഷ്ടമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം സമയം 6:30 ആയിട്ടോ. ഇന്ന് നമുക്ക് പകൽ ഇവിടെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ഫുഡുകളൊക്കെ ആയിരുന്നു. അപ്പോൾ സമയം 6:30 ആയി. ഇപ്പം നമ്മൾ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോവുകയാണ്. ഞാനും അശ്വനും കണ്ണും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊടുക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ അവരെ വിളിക്കുകയും വേണം. അപ്പം അതുകൊണ്ടാണ് അശ്വനും കൂടെ വരുന്നത്. കഴിഞ്ഞ വർഷം ഞാനും കൺമണിയും മാത്രമേ പോയേ. അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബാഗ് എടുക്കാം. ആ ബാഗിലേക്ക് നമുക്ക് ആദ്യം ഈ കരിമ്പൊക്കെ എടുത്ത് വെക്കാം. ഒരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കരിമ്പൊക്കെ എടുത്ത് വെക്കാം. എനിക്കിന്ന് 6 വീടുകളുണ്ട് പോകാൻ. ഞാൻ 6 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ച സാധനം ഈ ഒരു പുതിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ പഞ്ചസാര കട്ടിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതോ അയ്യോ എൻ്റെ പൊന്നിനല്ല, അതല്ല, ഇതിനകത്ത് വെക്കുക. നമുക്ക് കൊണ്ടുപോയിട്ട് ചേച്ചീൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്താൽ മതി. നമ്മുടെ അടുത്ത് പഴമായിരുന്നു, പഴം എടുക്കാമെന്ന് വിചാരിച്ചു. അർച്ചന കുങ്കുമ ഹൗദാ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുക, ഏതെങ്കിലും ഒരു പ്ലേറ്റ് പോലെ. അപ്പം ഇതിലെടുക്കാമെന്ന് വിചാരിച്ചു. ഡിസൈനൊക്കെ എടുത്തിട്ട് വാ. കുങ്കുമം എടുത്തിട്ട് വാ. നമുക്ക് കുങ്കുമം മഞ്ഞൾപ്പൊടി, ഇവിടെ അർച്ചന എന്ന് പറയും, കുങ്കുമം അർച്ചന. ഓക്കെ, നമ്മൾ കൊടുത്താൽ മതി. പോവാം നമുക്ക്. കണ്ണു ഡ്രസ്സ് കാണിക്കൊന്ന് ഇറങ്ങിയ മനെ, ഇങ്ങോട്ട് നോക്ക്, കാണിക്കേ. കൺമണിക്ക് ഞാൻ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട്, ഒരു ഫംഗ്ഷൻ വീട്ടിലുള്ള ഒരു പൂജയ്ക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ച പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ പുതിയ ഡ്രസ്സായിട്ട് സംക്രാന്തി ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ അത് തന്നെ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവൾക്ക് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിന് നമ്മൾ ലൈറ്റ്സ് ഒക്കെ വെച്ചു കേട്ടോ. ലൈറ്റ് ആക്ച്വലി നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ലൈറ്റ് ആക്കി. കാരണം നമ്മൾ ഡെക്കറേഷൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ഭയങ്കര പൈസ പറയുന്നു കേട്ടോ. ഭയങ്കര റേറ്റ് ആയിരുന്നു അവർ പറഞ്ഞതിന്. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഫുൾ വീട് മൊത്തം ഒന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലത്തെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ, നമുക്ക് പിന്നെയും നമ്മുടെ നവരാത്രിക്കും ദസറക്കൊക്കെ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ലൈറ്റ് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. ನಮ್ಮನೆ ಲೈಟ್ ಚೆನ್ನಾಗಿದೆಯಲ್ಲ, ಎಷ್ಟಾಗಿರ್ಬೋದೇನು? 600 ರುಪೀಸ್. ನಾವು ಡೆಕೋರೇಷನ್ ಅವರಿಗೆ ಹೇಳಿದಾಗ ದೇ ಆಸ್ಟ್ 5000 ಪರ್ ಡೇ 1500. ಫಸ್ಟ್ ಅವ್ರು 1500 ಡಿ ಟೋಲ್ಡ್. ಆಮೇಲೆ ನಾವು ಬಾರ್ಗೇನ್ ಮಾಡಿ ಫೈನಲಿ 1000 ಹೇಳಿದರು. ಫಾರ್ 5 days 5000 ರುಪೀಸ್. ವೈ ವೇಸ್ಟಿಂಗ್ ಮನಿ? ವೈ ಟು ವೇಸ್ಟ್? ಮತ್ತೆ ಇದು ನಮ್ಮ ಹತ್ರ ಲೈಫ್ ಲಾಂಗ್ ಇರುತ್ತೆ. ನಾವು ದೀಪಾವಳಿ, ದಸರಾ ಆ್ಯಂಡ್ ಆಲ್ ನಮ್ಗೆ ವಿ ಕ್ಯಾನ್ ಡೆಕೋರೇಟ್ ಅವರ್ ಹೌಸ್ ಅಲ್ಲೇ. സോ നമ്മൾ എല്ലാ വീട്ടിലും പോയിട്ട് ഇപ്പോൾ ജസ്റ്റ് വീട്ടിലെത്തിയ സമയം 9 മണിയായി. നമ്മൾ എല്ലാ വീട്ടിൽ പോകുമ്പോൾ അവരും നമുക്ക് തിരിച്ച് ഇതുപോലത്തെ സംഭവങ്ങൾ തരും കേട്ടോ. കാരണം ഇവിടെ എല്ലാ വീട്ടിലും ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ല. കൂടുതൽ ആന്ധ്ര ഫാമിലീസാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളുള്ള വീടുകളിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകൾ, എസ്പെഷ്യലി പെൺകുട്ടികളാവുമ്പോൾ ഇവരതിവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അവർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരിങ്ങനെ ഓരോ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഫാമിലി ആയിട്ടൊന്നും ഇത് എന്നൊന്നും ചെയ്യാറില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ നമ്മളെല്ലാ വീട്ടിലും ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെ വന്നു.
അതൊക്കെ കൊടുത്ത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഓരോ വീട്ടിലും ഇതിന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാരണം ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളും തിരിച്ചു കൊടുക്കണ്ടേ. അപ്പം അവരും എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നു ഒരു ഫ്രൂട്ടും. അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും കരിമ്പ് ഉണ്ടാവണമെന്നില്ല. കരിമ്പ് ഇങ്ങനെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്ന വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അവരും എനിക്ക് തിരിച്ചൊരു പാക്കറ്റിൽ എള്ളും ശർക്കരയും അതൊക്കെയുള്ള മിക്സ് തന്നു. പിന്നെ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഫ്രൂട്ടും പൂവൊക്കെ തരും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സാരിയുടെ ഒക്കെ ഞാൻ കാണിച്ചു തരാം. 2-3 സാരിയുടെ എന്തായിരുന്നു കുച്ചി പറയില്ലേ, പല്ലുവിൻ്റെ താഴെ വരില്ലേ, പല്ലുവിൻ്റെ താഴെ ഡിസൈൻ ചെയ്യില്ലേ, അതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നു, ഒന്ന് ക്ലോസ് ചെയ്യും പിന്നെ പ്ലീസ്. അപ്പം അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ കല്യാണത്തിന് 2 സാരി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പം കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. അല്ല മതി മമ്മീൻ്റെ. അപ്പം ഞാനൊരു കേരള സാരിയാണ് കേട്ടോ രാവിലെ താലിയുടെ സമയത്ത് ഉടുക്കുന്നത്. പിന്നെ ഉടുക്കുന്നത് അവൾ എനിക്ക് വാങ്ങിച്ചു തന്നെ. സിസ്റ്റർ എനിക്കൊരു സാരി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സാരി 2ാമത് റിസപ്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സാരിയുടെ ഇതിന് സിഗ്സാഗും ഫോൾസൊക്കെ കൊടുക്കാൻ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഞാൻ അന്ന് നമ്മൾ ബാലരാമപുരം പോയപ്പോൾ വാങ്ങിച്ച സാരിയാണ് കേട്ടോ അതും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ സാരി വിൻറ്റേജ് സാരി കളക്ഷൻസിൻ്റെ വ്ളോഗിൽ അമ്മാമ്മയുടെ സാരികളൊക്കെ കാണിച്ച കൂട്ടത്തിൽ കാണിച്ചൊരു സാരിയാണ് ഇത്. ഞാൻ മഹേഷിൻ്റെ വെഡ്ഡിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും റെഡിയാക്കി. പിന്നെ ഈ ഇടയ്ക്ക് നാട്ടിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാരി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലാക്ക് ആൻഡ് മെറൂണാണ്, നല്ല അടിപൊളി കോമ്പിനേഷനിലുള്ള സാരിയാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ അമ്മയ്ക്ക് കുറേ നാളായിട്ട് ഞാൻ സാരിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ അമ്മയ്ക്കൊരു സാരി വാങ്ങിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പണ്ടൊന്നും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം എനിക്കറിയില്ല എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന്. പല്ലുവിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ഡിസൈൻസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ഡിസൈൻ ചെയ്യും കേട്ടോ പല്ലുവിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതുപോലെ ഞാൻ ഈ സാരികൾക്കൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു വീട്ടിലേക്ക്. ഇതിപ്പോൾ മടക്കി വെച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡ്, ഇന്നിവിടെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി, പക്ഷെ അതൊന്നും കൺമണിക്ക് ഇഷ്ടമില്ല. അപ്പോൾ കൺമണിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അടുത്ത പരിപാടി. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണും. എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അശു പറഞ്ഞു അശ്വിന് രാത്രി റാഗീൻ്റെ കുറുക്ക വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ശർക്കര പാനിയാക്കും കേട്ടോ. ഇത് റാഗിയുടെ പൊടീനെ വെള്ളത്തിലൊന്ന് കലക്കി എടുത്ത് വെച്ചിരിക്കണേ, കട്ടയില്ലാതെ. അപ്പം ഇതിനെ ഞാനൊന്ന് അരിച്ചെടുക്കും. കാരണം കഷ്ടകാലത്തിന് വല്ല കല്ലും കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ എക്സ്ട്രാ വെള്ളമാക്കിയിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ആ ശർക്കര പാനി ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് സാധാരണ അശ്വിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ ഇത് കഴിക്കാറ്. പക്ഷേ ഇന്ന് അവൻ രാവിലെ ചപ്പാത്തി കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി റാഗി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ആയതാണ്. അവന് നല്ല ലൂസായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇഷ്ടം. ആദ്യമൊക്കെ നല്ല കട്ടിയിൽ അമ്മ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ പറയും അത്ര കട്ടിയിൽ വേണ്ട, ലൂസായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനിങ്ങനെ ലൂസായിട്ട് ഉണ്ടാക്കാറ്. കണ്ണുവിന് പൊട്ടറ്റോ റൈസാണ്. കണ്ണു അമ്മേൻ്റെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിക്കാം. കണ്ണുവിന് വേണ്ട പൊട്ടറ്റോ റൈസ് ഇതെങ്ങനെ മുറിക്കണം. ഇനിയിത് എന്തിനൊക്കെ അറിയണേ? എന്താ പറ്റി പറ. കൈ പൊള്ളിയോ? കൈ എങ്ങനെ പൊള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി പറഞ്ഞു കൺമണിയാണ് കുക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൺമണിയുടെ അടുത്ത് വേണ്ട കൺമണി സ്മോൾ അല്ലേ കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കൺമണി കേട്ടില്ല. കൺമണി എന്ത് ചെയ്തെന്ന് അറിയോ? ഞാൻ പൊട്ടറ്റോ എല്ലാം മുറിച്ച് വെച്ചതൊക്കെ കൺമണി ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് പാനിലേക്ക് ഇട്ടു. എന്നിട്ട് മമ്മ പറഞ്ഞു അത് ക്ലോസ് ചെയ്യണം കുറച്ച് സമയം എന്ന് പറഞ്ഞു. അപ്പോൾ കൺമണി പറഞ്ഞു ഞാൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാനിൽ കൈമുട്ടി. പക്ഷെ കൺമണി സ്ട്രോങ് ഗേൾ ആയതുകൊണ്ട് കരഞ്ഞിട്ടില്ല അല്ലേ? കൺമണി കരയില്ല.
അപ്പം ഞാൻ മമ്മ എന്ത് പറഞ്ഞു കൺമണിൻ്റെ അടുത്ത്? ആ മമ്മേൻ്റെ കൈയും പൊള്ളാറുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ മമ്മേൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. ആ മമ്മ വലിയ മോളായില്ലേ, കൈ പൊള്ളാറുണ്ട്. അതുപോലെ തന്നെ കത്തി വെച്ചിട്ട് കൈ ഹേർട്ട് ആവലുണ്ട്, കൈ മുറിയലുണ്ട് മമ്മേൻ്റെ. ആ കൺമണിന്റെ കുഞ്ഞു കത്തിയുണ്ട്. കൺമണി സ്ട്രോങ് ആയതുകൊണ്ട് കൺമണി അധികം പാൻ ഒന്നും മുട്ടാൻ പാടില്ല. ഓക്കെ, ആ പാൻ മുട്ടാൻ പാടില്ല, ഹോട്ടല്ലേ, അത് മുട്ടിയ കൈ പൊള്ളും. ആ മമ്മന്റെ കൈ പൊള്ളീനല്ലേ. ഇവിടെ നിൽക്കും, ഇവിടെ നിന്നാ കാണിച്ചു. മമ്മ എടുത്തിട്ട് എങ്ങനെയാ കാണിക്കുക? ഇവിടെ നിൽക്കും. എന്താ ഡ്രസ് ഇടാത്ത കണ്ണ? ഈ ഇടയ്ക്ക് കൈ പൊള്ളിയതാണ് കേട്ടോ. ചായ ഒരു ദിവസം ചായ മറിഞ്ഞു. ചായ കൺമണിന്റെ ദേഹത്തും അറിയാതെ നോക്കിയപ്പോഴേക്കും ചായ അങ്ങ് മറിഞ്ഞു. അങ്ങനെ മമ്മയുടെ കൈ പൊള്ളി അല്ലേ. ഇപ്പൊ ഡ്രസ് ഇട്ടിട്ട് വന്നു, ഡ്രസ് ഇട്ടിട്ടോ എല്ലാവരും ഷെയിം ആക്കും. എൻ്റെ ജീനിൽ കുക്കിംഗ് ഉണ്ട്. കാരണം അമ്മ നല്ല കുക്ക് ചെയ്യുന്ന ആളാണ്. അച്ഛനും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ആ ജീൻ കൺമണിക്കും വന്നിട്ടുണ്ട്. കൺമണിക്കും കുക്കിംഗ് ഭയങ്കര ഇഷ്ടം അല്ലേ? കൺമണിക്ക് കുക്കിംഗ് ഇഷ്ടമല്ലേ? കുക്കിംഗ് ഇഷ്ടമാണോ? എവിടെ സൂചി? ആ ഇവിടെ സൂചി വെച്ചിട്ടുണ്ടല്ലേ. ചെറിയ ബേബിയാരെ സൂചി വെച്ചു ഡോക്ടർ അങ്കിൾ. ആ കൺമണിക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് ഇഷ്ടം? ഓ എന്ത് കുക്ക് ചെയ്യാൻ ഇഷ്ടം? എന്ത്? പൊട്ടറ്റോ റൈസ്. അപ്പൊ നമ്മുടെ ഡാഡി പൊട്ടറ്റോ വാങ്ങിക്കൊണ്ടുവരും, കൺമണി പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കും അല്ലേ. നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇവിടെ നിൽക്കും. മമ്മ അത് ഓപ്പൺ ചെയ്യും. ആ ഇല്ല പൊള്ളില്ല. കൺമണിന്റെ കൂടെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു മകരസംക്രാന്തി വ്ലോഗായിരുന്നു കേട്ടോ. മകരസംക്രാന്തി ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ സെലിബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി ഉണ്ടായതുകൊണ്ട് മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ സംക്രാന്തിയൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ നെയ്ബേഴ്സിൻ്റെ വീട്ടിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകര സംക്രാന്തി ഇവിടെ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. ഇത് കുറേ കൂടി അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവലാണ്. കൂടുതലും ഞാൻ പറഞ്ഞു ആന്ധ്രയിലാണ് കൂടുതലും. ഇപ്പോൾ ഇവിടെ കർണാടകയിൽ തന്നെ ടിപ്പിക്കൽ കന്നഡ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തോട്ടം, അതായത് അവരുടെ ഫാം ലാൻഡിലൊക്കെ പോയിട്ട് അവിടെ ഭൂമി പൂജയും കാര്യങ്ങളും അപ്പോൾ വളർന്ന ഏതെങ്കിലും ഒരു ക്രോപ്പൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പം അടക്ക അതുപോലത്തെ സംഭവങ്ങൾക്കൊക്കെ ഒരു പൂജ ചെയ്യും, ആ ഭൂമിക്കൊരു പൂജ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് അവരുടെ തോട്ടത്തിലൊക്കെ പോയിരുന്നിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരസംക്രാന്തി. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നോർത്തിലൊക്കെ നമ്മുടെ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട. കാരണം മുന്നേ എനിക്ക് ഒരുപാട് ഗുജറാത്തി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ മകരസംക്രാന്തി ഭയങ്കര ഈ ഉത്തരായൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്കൊന്ന് ഉത്തരായൻ എന്നാണ് പറയാം. അപ്പം ഈ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ ആയിട്ട് അവർ ആ ഒരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നമുക്ക് അയ്യപ്പ സ്വാമിയായിട്ട് ആണ് മകരവിളക്ക്. അപ്പം എല്ലാ നാടിനും ഓരോ തരത്തിലുള്ള സിഗ്നിഫിക്കൻസ് ആണ് ഒരു ദിവസം ഒരു ഫെസ്റ്റിവൽ. പക്ഷേ പലതരം കൾച്ചേഴ്സാണ്, പല നാട്ടിലും പല വിശേഷങ്ങളാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ ഡേ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞു ഫെസ്റ്റിവൽ ഡേ എന്ന് വെച്ചാൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റു കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇതുപോലെ കൺമണീനെ കൊണ്ട് എല്ലായിടത്തും പോവുക, ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ കാര്യം. എനിക്ക് ഇതുപോലത്തെ ചില ഫെസ്റ്റിവൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒത്തിരി നമ്മൾ അന്ധവിശ്വാസങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. പക്ഷെ കുഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഫെസ്റ്റിവൽസും അതൊക്കെ ഇവിടെ ഹബ്ബ എന്ന് പറയും കേട്ടോ. ആ ഹബ്ബ ടൈമിലുള്ള ഫുഡും ചെറിയ ചെറിയ എന്താ പറയുക സന്തോഷങ്ങളും ഗെറ്റ് ടുഗദേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ കൺമണിയും ഒക്കെ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അതിപ്പം നമ്മുടെ നാട്ടിലാവട്ടെ, ഇവിടെ അശ്വിൻ്റെ നാട്ടിലാവട്ടെ, അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ ഒരു ആന്ധ്ര ഫാമിലി ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ആന്ധ്രാപ്രദേശിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 ദിവസത്തെ ഫെസ്റ്റിവലാണ്. 2 ദിവസം അവർക്ക് വെജ് ഫുഡും 2 ദിവസം അവർക്ക് നോൺ വെജ് ഫുഡൊക്കെ ആയിട്ടുള്ള അവർക്കും ഗംഭീര ഫെസ്റ്റിവലാണ് കേട്ടോ. കാരണം അവിടെ പോയപ്പോൾ അങ്കിളും അതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് ഇതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞാനൊരു ഷോർട്സ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഫെസ്റ്റിവൽസും പൂജകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവരും കമൻറ്റിലൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ കാരണം. പിന്നെ ഞങ്ങളുടെ ഒരു Q&A ഞങ്ങൾക്ക് ഇതുവരെ അത് എടുക്കാൻ പറ്റിയിട്ട് സൗകര്യം കിട്ടിയില്ല. കാരണം അശ്വിനും വർക്കിൽ ബിസി ആയിരുന്നു. പിന്നെ ഇവിടുത്തെ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായി. അത് അടുത്തായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വളരെ അടുത്തൊരു ദിവസം നമുക്കതും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ കല്യാണ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇനി ഒരു 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു പ്രിപ്പറേഷൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഹൽദി ഡേ അതൊക്കെ ആയിട്ട് മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോയും വരുന്നുണ്ടാവും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഫെസ്റ്റിവൽ ഡേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഹാപ്പി മകർ സംക്രാന്തി. ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.